ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ സിബിഐ അന്വേഷണ ആവശ്യം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളിൽ ഹൈക്കോടതി വാദം കേൾക്കും. കേസിലെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് ഹർജിക്കാരുടെ ആക്ഷേപം. സജോ ദേവസ്യയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, സിബിഐയേക്കാൾ മികച്ച അന്വേഷണമാണ് SIT നടത്തുന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട്. അങ്ങനെ വരുമ്പോൾ സിബിഐ അന്വേഷണത്തിനുള്ള സാധ്യത, അന്വേഷണം പറയാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് കീർത്തന. അതായത് ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് CBI അന്വേഷണ ആവശ്യം ഒരു വശത്ത് നിൽക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവരാണ് ഹർജിക്കാർ. പക്ഷെ കാണേണ്ട ഒരു കാര്യം, ഈ SIT അന്വേഷണം തന്നെ ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ഈ ആവശ്യം പരിഗണിക്കപ്പെടും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഈ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ഹർജിക്കാരുടെ വാദം കോടതി എത്രത്തോളം അംഗീകരിക്കും എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഈ അന്വേഷണം അതിന്റെ നിർണായക ഘട്ടമൊക്കെ പിന്നിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്തു എന്നത് ഒരു വശത്തും നിൽക്കുന്നുണ്ട്. നേരത്തെ കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് കാര്യക്ഷമമായി അന്വേഷണം നടക്കുന്നുണ്ട്, രാജ്യത്ത് തന്നെ മികച്ച ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാണ്, അതുകൂടാതെ ശാസ്ത്രീയവും ഫലപ്രദവുമായാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന നിലയ്ക്കാണ് കോടതിയുടെ മുൻപിൽ വരുന്നത്. അപ്പോൾ CBI അന്വേഷണം എന്ന ആവശ്യം സ്വാഭാവികമായും ഈ കേസ് നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയമായും നിയമപരമായും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കേസാണ്. അതിന്മേൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് പ്രധാനമാണ്. നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കുന്ന അന്വേഷണം എന്ന സവിശേഷതയുള്ളത് കൊണ്ട് ആവശ്യം എത്രത്തോളം പരിഗണിക്കപ്പെടും എന്നത്, അതായത് ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് കോടതിയുടെ മുൻപിൽ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഏതായാലും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നത് ഒരു കാര്യം. അതുകൊണ്ട് എത്രത്തോളം പരിഗണിക്കപ്പെടും എന്നത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊന്ന്, അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നത് ഒരു സവിശേഷത കൂടി. അപ്പോൾ ഇതിൽ കോടതി എന്ത് തീരുമാനമെടുത്താലും മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യവും ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇന്ന് ഏതായാലും ആ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് മുന്നിലേക്ക് വരികയാണ്.